നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വേഴഗ്രഹത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ഇപ്പോൾ വേഴൻ കർക്കിടകൻ രാശിയിലെത്തി. ജൂൺ 2-ന് മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴം ജൂൺ 2-ാം തീയതി വെളുപ്പിന് കർക്കിടകൻ രാശിയിലേക്ക് എത്തി. ഈ കർക്കിടകൻ രാശിയിൽ നേരത്തെ നിന്നിരുന്ന ഗ്രഹമായിരുന്നു വേഴം. എന്നാൽ അതിൽ നിന്നും പുറകിലേക്ക് പോയി വീണ്ടും മിഥുനൻ രാശിയിലേക്ക് പോയ ഗ്രഹം ഇപ്പോഴിതാ നേർഗതിയിലേക്ക് തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് വേഴം വന്നിരിക്കുകയാണ്. വേഴം സർവേശ്വര ഗ്രഹമാണ്. വേഴം ധനകാരകനാണ്, സന്താനകാരകനാണ്. അതുകൊണ്ട് വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ ചില രാശിക്കാർക്ക്, പ്രത്യേകിച്ച് 7 രാശിക്കാർക്ക് സുവർണകാലം വരുന്ന സമയം, രാജയോഗം വരുന്ന സമയം, ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സമയം. അതായത് കേന്ദ്ര രാശികളിൽ വേഴം വന്നാൽ അതിനെ രാജയോഗം എന്ന് പറയും. ഏതൊക്കെയാണ് കേന്ദ്ര രാശികൾ? 1, 4, 7, 10. ഇത് കേന്ദ്ര രാശികളാണ്. അപ്പോ ഓരോ രാശികളുടെയും കേന്ദ്ര സ്ഥാനത്തേക്ക് വേഴം വരുമ്പോൾ ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഗജരാജയോഗം, ഗജകേസരി യോഗം, രാജയോഗം എന്നെല്ലാം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുന്നത് മേടം രാശിയുടെ കാര്യമാണ്. 7 രാശികളിൽ ഒന്നൊന്നായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും വീഡിയോ നീണ്ടുപോകുന്നതിനാൽ ഇപ്പോൾ ഈ 7 രാശികളിൽ മേടൻ രാശിയുടെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മേടത്തിന്റെ കാര്യം. അപ്പൊ മേടത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഇത് മേടത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അതായത് മേടൻ രാശി. 2026 ജൂൺ 2 മുതൽ ഒക്ടോബർ 30 വരെ വേഴം കർക്കിടകൻ രാശിയിലുണ്ടാവും. അതായത് ഇനി 5 മാസം വേഴം. അത് കഴിഞ്ഞാലും പിന്നെ രാശി മാറും. അത് കഴിഞ്ഞാൽ വേഴം പിന്നെ ചിങ്ങൻ രാശിയിലേക്ക് പോകും. ചിങ്ങൻ രാശിയിൽ നിന്ന് വേഴം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് വരും. അതൊക്കെ വേഴത്തിന്റെ രാശിമാറ്റം ഇനി ഉടനെ തന്നെ ഉണ്ടാവും. അതിലിപ്പോ 5 മാസം വേഴം ചിങ്ങൻ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ചിങ്ങൻ രാശിയിലല്ല, കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? ഈ കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പൊ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ഫലദാന ശേഷി കൂടും, ഗ്രഹബലം കൂടും ഉച്ചത്തിലാവുമ്പോൾ. അപ്പൊ വേഴത്തിന് ബലം കൂടുന്ന ഒരു സമയമാണ്. അപ്പൊ കേന്ദ്ര രാശികളിൽ വേഴം വരുമ്പോ അത് മേടം രാശിയുടെ 4-ലേക്കാണ് വേഴം വരുന്നത്. അപ്പൊ മേടൻ രാശിയുടെ നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ രാജയോഗം വന്നിരിക്കുകയാണ് വേഴത്തിന്റെ കർക്കിടകൻ രാശിയിലെ പ്രവേശനത്താൽ. 4 എന്ന് പറഞ്ഞ കുടുംബം, അതുകൂടാതെ മാതാവ്, ഇതെല്ലാം ഈ 4-ലേക്ക് വരും. മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം വാസനഞ്ച ലാളിത്യമമ്പം ശൈനഞ്ച വൃത്തി പശ്വാധികം ജന്മഗ്രഹം ചതുർത്താൽ. ഇതാണ് 4-ാം ഭാവത്തിന്റെ പ്രമാണം. അപ്പോ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുന്ന ഒരു സമയം ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഈ സമയം ഉണ്ടാവും. 4 എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവം കൂടിയാണ്. അപ്പം നല്ല ചിന്തകൾ
മനസ്സിൽ നല്ല ചിന്തകൾ വരുന്ന ഒരു സമയവും കൂടിയാണ്. മനസ്സമാധാനം കിട്ടും. മനസ്സിൽ നമുക്ക് ദുഷ്ചിന്തകളൊന്നും ഇല്ലാതെ നല്ല വിധത്തിൽ ജീവിച്ചു പോകാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഈ വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വലിയൊരു ആശ്വാസവും സുഖ സൗകര്യങ്ങളും ഇവർക്ക് വരാൻ പോകുന്ന സമയം, അല്ലെങ്കിൽ വന്നിരിക്കുന്ന സമയം എന്ന് പറയാം. ധനപരമായ ഉയർച്ച ഇവർക്കുണ്ടാവും. കാരണം വേഴം ധനകാരകനാണ്, മനസ്സിലായ? അപ്പൊ ധനപരമായ ഉയർച്ച ഇവർക്കുണ്ടാവും. മാതൃസ്ഥാനീയർക്ക് ഐശ്വര്യം വരുന്ന ഒരു സമയമാണ്. മാതാവിനുമായിട്ട് ബന്ധപ്പെട്ട മാതൃസ്ഥാനീയരായ അവർക്കും എല്ലാം ഇപ്പോൾ ഈ സമയം നല്ല ഐശ്വര്യപ്രദമായ ഒരു സമയമായിരിക്കും. 4 എന്ന് പറഞ്ഞ വീടും കൂടിയല്ലേ. അപ്പോ ഗ്രഹനിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇനി ഗ്രഹനിർമ്മാണം തുടങ്ങിയില്ലെങ്കിൽ തന്നെ ഗ്രഹനിർമ്മാണം തുടങ്ങുന്നതിന് ആവശ്യമായ സ്ഥലം വാങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അപ്പൊ വീട് നിർമ്മാണത്തിന് വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഫലപ്രദമാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ മേടൻ രാശിക്കാർക്കുള്ളത്. വാഹനം ചിന്തിക്കാവുന്നതാണ് 4-ാം ഭാവം കൊണ്ട്. അപ്പൊ വാഹനം വാങ്ങാൻ ഇവരെ സംബന്ധിച്ച്, അതായത് പുതിയതായിട്ടുള്ള ഒരു വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വേറൊരു വാഹനം വാങ്ങാനോ ഇവർക്ക് സാധിക്കും. ഇനി പുതിയത് തന്നെ വാങ്ങിയില്ലെങ്കിലും സെക്കൻഡ് ഹാൻഡ് വാഹനമാണെങ്കിലും ഒരു വാഹനം വാങ്ങാൻ ഇവരെ സംബന്ധിച്ച് ഈ സമയം വളരെ നല്ല സമയമാണ്. ഇനി അതല്ല, വാഹനങ്ങളിൽ കൂടി ലാഭമുണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയം. സുഹൃത്തുക്കൾ വഴിയും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ക്ഷേത്ര കാര്യങ്ങളിലും ഇവർക്ക് താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. നാൽക്കാലികളിൽ നിന്നും നേട്ടം ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് പശുക്കളിൽ നിന്നും ഇവർക്ക് നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റങ്ങളും പ്രമോഷനുകളും ഉയർന്ന ശമ്പള വർധനയും കിട്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. കാരണം വേഴം ഉച്ചസ്ഥനായാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ചന്ദ്രകേന്ദ്രത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ രാജയോഗമാണ് അവിടെ പറയുന്നത്, മനസ്സിലായ? അപ്പൊ ഇവരുടെ കേന്ദ്ര രാശികളിലാണ് വേഴം നിൽക്കുന്നത്. അതായത് ഇപ്പൊ മേടത്തിന്റെ 4-ാം രാശി അത് കേന്ദ്ര രാശിയാണ്. ആ കേന്ദ്ര രാശിയിൽ വേഴം നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബ സംബന്ധമായും സുഹൃത്ത് സംബന്ധമായും ആ വ്യക്തിക്ക് ഈ പറയുന്ന മേടൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളായ വ്യക്തികൾക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരാനും സമാധാനവും ഐശ്വര്യവും അവരുടെ കുടുംബത്തിൽ നിലനിൽക്കാനും പറ്റിയ ഒരു സമയം ഇവർക്ക് വന്നു കഴിഞ്ഞു. ഈ സമയം ഇത് സാമാന്യമായി പറയുന്ന ഒരു കാര്യമാണ് ഞാൻ. അതായത് മേടൻ രാശിയിലെ നക്ഷത്രക്കാരുടെ സാമാന്യ ഫലമാണ്. എന്നാൽ ഓരോരുത്തരും അവരുടെ ഗ്രഹനിലയും ജനിച്ച സമയവും അല്ലെങ്കിൽ ജാതകം ഉണ്ടെങ്കിൽ ജാതകം കൂടി ഒത്തു നോക്കിയാലാ ഇതിന്റെ ഫലം പൂർണ്ണമാവുകയുള്ളൂ. അതും കൂടി ചിന്തിക്കണമല്ലോ. കാരണം ഓരോ നക്ഷത്രക്കാരും ഈ പറയുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാലി, ഈ നക്ഷത്രക്കാർക്ക് ലഗ്നവും ജനിച്ച സമയവും ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവും. അതനുസരിച്ച് ഇതിൽ ചില വ്യത്യാസങ്ങളും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നക്ഷത്രപരമായിട്ട് ഗോചരപരമായിട്ട് ഉണ്ടാകുന്ന
ഒരു ഫലമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. അടുത്ത രാശിയുടെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.